ആ എത്തി സർ. ഞാൻ വന്ന് സെറ്റിൽ ആയതേ ഉള്ളൂ. എങ്ങനെയുണ്ട് അവിടെ? താൻ ചെന്നോടുകൂടി ടീച്ചർ ഹാപ്പി ആയല്ലോ അല്ലേ? ആ ടീച്ചർ ഹാപ്പിയാ. പക്ഷേ ഇവിടെ ചെറിയൊരു പാരയുണ്ട്. പാരയോ? അതേത് പാര? ഒരു മുത്തശ്ശിപ്പാര. മാളുവിന്റെ മുത്തശ്ശി ഡെയ്സി ആന്റിക്ക് കൂട്ടിയിരിക്കാൻ ലാൻഡ് ചെയ്തിട്ടുണ്ട്. ഓഹോ, അതിനിടയിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായോ? അമ്മച്ചി ശരിക്കും പാരയാണോ തനിക്ക്? അവർക്ക് പണ്ടേ എന്നെ ഇഷ്ടമല്ല. പക്ഷെ അതൊന്നും കുഴപ്പമില്ല സർ. മുത്തശ്ശി എനിക്ക് മാനേജ് ചെയ്യാവുന്നതേ ഉള്ളൂ. ആ, അല്ലെങ്കിലും ടീച്ചർ അവിടെ ഉള്ളപ്പോ ഒരു മുത്തശ്ശി പാരയും തന്നെ കയറി ചൊറിയാൻ വരില്ലെന്ന് ഉറപ്പല്ലേ? അല്ല, അവിടുത്തെ കാര്യം എന്തായി? എന്താകാൻ? മിഷൻ ആതിര വിജയകരമായി പൂർത്തിയാക്കി ഞാൻ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുന്നു. റിയലി? ആതിരിപ്പോ വീട്ടിലാണോ ഉള്ളത്? BP ഉടക്കൊന്നും പറഞ്ഞില്ലേ? VP ഉടക്ക് പറയാനോ? എന്തിന്? ഉടക്ക് പറഞ്ഞില്ല എന്ന് മാത്രമല്ല, പുള്ളിക്കാരൻ 2 കൈ നീട്ടി എന്റെ ആതിര കൊച്ചിനെ സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്താ പോരെ? ഇനി എനിക്ക് 2 കാര്യങ്ങളിലേ പേടിയുള്ളൂ. ഒന്ന്, തിരിച്ചു ചെല്ലുമ്പോൾ VP തന്നെ ആ വീട്ടിലേക്ക് കയറ്റുമെന്ന്. പിന്നെ ആതിരയെ കൊണ്ടുവരാൻ ഞാൻ ഇനി വീട്ടിലേക്ക് ചെല്ലുമ്പോൾ എന്നോടൊപ്പം പറഞ്ഞു വിടാൻ പണിക്കർ സാറ് സമ്മതിക്കുമെന്ന്. അത് ശരി. ആതിരെ VPക്ക് അത്രയ്ക്കങ്ങ് ഇഷ്ടായോ? അത് അത്ഭുതം തന്നെ. ആദ്യം ഒരു ബലംപിടുത്തൊക്കെ പണിക്കർ സാറിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. പക്ഷെ ഞാനും തൻ്റെ അമ്മയും കൂടി അത് ഭംഗിയായിട്ട് ഡീൽ ചെയ്തു. എങ്ങനെ? എനിക്ക് കൊച്ചിയിൽ ഒരു കേസിന്റെ ആവശ്യത്തിന് പോകണമെന്നും പോയിട്ട് വരുന്നിടം വരെ എൻ്റെ അനിയത്തിക്ക് സേഫായി നിൽക്കാൻ ലോകത്തെ ഏറ്റവും സുരക്ഷിതമായ സ്ഥലം VP സാറിന്റെ വീട് മാത്രമാണെന്നും ഞാനും ഗീതാ മാഡവും ഒരു കാച്ചങ്ങട് കാച്ചി. അതോടെ പാവം VP ഫ്ലാറ്റ്. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ആതിരയുടെ കയ്യിലല്ലായിരുന്നോ പന്ത്? ഭാവാഭിനയത്തിന്റെ കാര്യത്തിൽ എന്റെ പെങ്ങളുകുട്ടിയെ തോൽപ്പിക്കാൻ ആർക്കും പറ്റില്ലല്ലോ. ആതിരയുടെ പെർഫോമൻസ് കൂടി ആയപ്പോ പണിക്കർ സാറ് ഡബിൾ ഓക്കെ. എന്നോട് കൊച്ചിയിലോ ഗോകർണത്തോ എവിടെ വേണമെങ്കിലും പൊക്കോളാൻ പറഞ്ഞു. അല്ലെങ്കിലും ആതിരെ ആദ്യം കാണുമ്പോ തന്നെ VPക്ക് ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. VPക്ക് മാത്രമല്ല, അമ്മയ്ക്കും. അത് ശരി. അപ്പൊ ഞങ്ങൾ ഈ കഷ്ടപ്പെട്ട് കള്ളക്കഥ ഉണ്ടാക്കിയതിനൊന്നും യാതൊരു വിലയില്ലേ. ക്രെഡിറ്റ് മുഴുവൻ തൻ്റെ ആതിരയ്ക്ക്. കൊള്ളാലോ സംഭവം. ആ, പിന്നെ താൻ എത്ര ദിവസം ടീച്ചറെ വീട്ടിൽ തങ്ങനെ ഉദ്ദേശിക്കുന്നത്? ജോബിനും മാളവും തിരിച്ചു വന്നിട്ട് മടങ്ങുന്നുള്ളൂ? ഒന്നും തീരുമാനിച്ചിട്ടില്ല സർ. ആതിരയും VPയും തമ്മിലൊന്ന് സിങ്കായി എന്നറിഞ്ഞാ എനിക്കൊന്ന് വീട്ടിൽ പോയി കൊള്ളാമെന്നുണ്ട്. ഏതായാലും അതിപ്പോ ഉടനെ വേണ്ട. അപ്പോ 2-3 ദിവസം കഴിയട്ടെ, എന്നിട്ട് മതി. അത്രേ ഉള്ളൂ സർ. ആദ്യം VPയുടെ മനസ്സൊന്ന് തണുക്കട്ടെ. അതിനുവേണ്ടി എത്ര നാൾ വേണമെങ്കിലും ആ വീട്ടിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ ഞാൻ തയ്യാറാ. അങ്ങനെയെങ്കിലും ഞാനായിട്ടുണ്ടാക്കിയ മുറിവുകളൊന്നും ഉണങ്ങിയാൽ മതിയായിരുന്നു. അങ്ങനെ ഒരുപാട് നാളൊന്നും തനിക്ക് വെയിറ്റ് ചെയ്യേണ്ടി വരില്ല. അപ്പോൾ കാര്യങ്ങൾ ഈ രീതിയിലാണ് പുരോഗമിക്കുന്നതെങ്കിൽ പണിക്കർ സാറിനെ എത്രയും വേഗം നമുക്ക് തിരിച്ചു പിടിക്കാൻ പറ്റിയേക്കും. ആ, പിന്നെ ഗീതാ മാഡത്തിനെ വിളിച്ച് ആതിര ഫ്രീ ആണോന്ന് അറിഞ്ഞിട്ട് വേണം താൻ അവളെ വിളിക്കാൻ. ആതിരയ്ക്ക് ഞങ്ങള് പണിക്കർ സാറിന് മോട്ടിവേഷൻ ക്ലാസ്സും ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആഹാ, അതിനിടയിൽ അങ്ങനെ ഒരു ഡെവലപ്മെന്റ് ഉണ്ടായോ? പാവോ ആതിര, ഇനിയിപ്പോ എന്തൊക്കെ സഹിക്കേണ്ടി വരുമോ ആവോ. ഏയ്, ഒന്നുമില്ലടോ. അവൾ അതൊക്കെ നന്നായി എൻജോയ് ചെയ്യുള്ളൂ. ഞാൻ പറഞ്ഞില്ലേ, തൻ്റെ കാര്യത്തിന് വേണ്ടി എന്ത് റിസ്ക് എടുക്കാൻ അവൾ തയ്യാറാ. ഓക്കെ, അപ്പോൾ ഞാൻ ഇടയ്ക്ക് വിളിക്കാം. വീട്ടിലെ കാര്യമൊക്കെ അമ്മയും ആതിരയും ഇടയ്ക്ക് വിളിച്ച് തന്നെ അപ്ഡേറ്റ് ചെയ്തോളൂ. ശരി സർ. ആ, പിന്നെ തൻ്റെ മുത്തശ്ശിപ്പാരി ഒതുക്കാൻ വല്ല ഹെൽപ്പും വേണമെങ്കിൽ പറഞ്ഞാൽ മതി. നമ്മൾ ഏത് കൊട്ടേഷൻ കൊടുക്കും. ഏയ്, അതിന്റെ ആവശ്യം വേണ്ടി വരും തോന്നുന്നില്ല. ഉണ്ടെങ്കിൽ ഞാൻ വിളിക്കാം. ശരി സർ, ബൈ. ഓക്കെ, ബൈ. ഇത് അപ്പുവിന്റെ റൂമാണ്. ആതിരയ്ക്ക് ഈ റൂം യൂസ് ചെയ്യുന്നതിൽ എന്തെങ്കിലും അസൗകര്യം ഉണ്ടോ? എന്ത് അസൗകര്യം ആന്റി? ഈ റൂം എനിക്ക് ഓക്കെയാണ്. പക്ഷേ അപ്പു ഇവിടേക്ക് വരുമ്പോ അപ്പുവിനത് ബുദ്ധിമുട്ടാവില്ലേ? ആതിര പോകുന്നിടം വരെ അപ്പു ഇങ്ങോട്ട് വരില്ലെന്ന് തോന്നുന്നു.
അല്ല, അതിന് തോന്നൽ മാത്രമാണ് കേട്ടോ. BP ആതിരയുമായി കൂടുതൽ അടുക്കട്ടെ എന്ന് കരുതി അപ്പു ചിലപ്പോ ഡേസിയുടെ വീട്ടിൽ തന്നെ തുടർന്നേക്കും. എന്നോട് അപ്പു അങ്ങനെ തന്നെ പറഞ്ഞത്. എന്നാലും ഇടയ്ക്ക് സമയം കിട്ടിയാ വരാന്ന് പറഞ്ഞു. ആതിരയ്ക്ക് റൂം ഇഷ്ടായോ? പിന്നെ ഒരുപാട്. ദേ, പുറത്തേക്ക് ഇറങ്ങിയ ബാൽക്കണിയാ. അവിടെ നല്ല കാറ്റുണ്ടാവും എപ്പോഴും. വന്നപ്പോഴേ ഞാൻ ശ്രദ്ധിച്ചു. നല്ല ഭംഗിയുള്ള വീട്. ആരാ ഇവിടുത്തെ ഗാർഡനൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്? ആന്റിയാണോ? ഇപ്പൊ ഞാനാണെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ എന്നേക്കാൾ ചെടികളെയും പൂക്കളെയും സ്നേഹിച്ചിരുന്നത് BP ആയിരുന്നു. ഓരോ ചെടികൾക്കും VPക്ക് VPയുടേതായ പേരുകളുണ്ടായിരുന്നു. ഏതെങ്കിലും ഒരു ചെടിയുടെ ഇലയൊന്ന് വാടിയാൽ മതി, VPക്ക് സങ്കടാവും. ചെടികളുടെ കാര്യത്തിൽ മാത്രമായിരുന്നില്ല കേട്ടോ, ഈ വീട്ടിലെ ഓരോ കാര്യത്തിലും VPയുടെ കണ്ണെത്തുമായിരുന്നു. VP നല്ലൊരു അച്ഛനായിരുന്നു, നല്ലൊരു ഭർത്താവായിരുന്നു എല്ലാ അർത്ഥത്തിലും. അപ്പു ഐഡന്റിറ്റി പ്രഖ്യാപിക്കുന്നത് വരെ ഈ വീടൊരു സ്വർഗമായിരുന്നു കുട്ടി. ഞങ്ങളേതല്ലാതായത് ആ നശിച്ച ദിവസം മുതലാ. പക്ഷെ ആന്റി, അപ്പുനെ സംബന്ധിച്ച് അതൊരു നശിച്ച ദിവസം ആയിരുന്നിരിക്കില്ല ഒരിക്കലും. അന്നപ്പു അപ്പുൻ്റെതായ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ച ദിവസമായിരുന്നു. അപ്പുന് മാത്രമല്ല, ഞങ്ങളെപ്പോലുള്ളവരുടെ എല്ലാം ജീവിതത്തിൽ അങ്ങനൊരു ദിവസം ഉണ്ടാവും. ഒരു ചൂരൽ വടി ഒടിയുന്നത് വരെ തല്ലിയിട്ടിട്ടും ദേഹമാശകലം അടികൊണ്ട് പൊട്ടിയൊലിച്ച് കിടന്നപ്പോഴും ഞാനായി തന്നെ ജീവിക്കുമെന്ന് ഉറക്കെ പറഞ്ഞ സന്തോഷിച്ച ആ ദിവസം എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ആകാശ് എന്ന പേര് ആതിരയായി മനസ്സിൽ ഉറപ്പിച്ച ദിവസം. സോറി, ഞാൻ മോളെ വേദനിപ്പിച്ചോ? എനിക്കറിയാം, അപ്പു എന്നോട് മോളുടെ കാര്യമെല്ലാം വളരെ വിശദമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. BP എങ്ങനെയാവും ആതിരെ അക്സെപ്റ്റ് ചെയ്യാന്നുള്ളത് ഒരു വലിയ ടെൻഷനായിരുന്നു. ഭാഗ്യത്തിന് ഞാൻ ഭയന്നതുപോലൊന്നും സംഭവിച്ചില്ല. ആതിരെ VPക്ക് ഒരുപാട് ഇഷ്ടമായെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ ഈ സാഹചര്യത്തിൽ പുറത്തുനിന്ന് ആര് വന്ന് തങ്ങുന്നതും VPക്ക് ഒട്ടും ഇഷ്ടാവില്ലായിരുന്നു. സാറിന്റെ സംസാരത്തിലും പെരുമാറ്റത്തിലും അപ്പു പറഞ്ഞതുപോലെയുള്ള കുഴപ്പമൊന്നും എനിക്ക് ഫീൽ ചെയ്തില്ല. 2 ദിവസമായി ആള് പൊതുവെ അല്പം ശാന്തതയില്ല. ഇനിയിപ്പോ ആതിര വന്നതിന്റെ മാറ്റം എങ്ങനെയുണ്ടെന്ന് നോക്കണം. മിക്കവാറും അത് പോസിറ്റീവായി വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. മോള് കുറച്ച് റെസ്റ്റ് എടുക്ക്. പിന്നെ എന്തെങ്കിലും അസൗകര്യം ഉണ്ടെങ്കിലോ ആവശ്യമുണ്ടെങ്കിലോ എന്നോട് പറയാൻ മടിക്കരുത് കേട്ടോ. വന്നു കയറിയ ഉടനെ തന്നെ പിള്ളേരുടെ മുറിയങ്ങ് കൈക്കലാക്കിയല്ലോ കുമാരൻ. മാളും ഡോക്ടറും തിരിച്ചു വരുന്നതിന് മുമ്പ് ഈ വിഷത്തിനെ എങ്ങനെയെങ്കിലും പുകച്ച് പുറത്തിയടിക്കാൻ ഒരു വഴി കാണിച്ചു തരണേ എൻ്റെ നാരായണസ്വാമി. വന്നു കയറിയ ഉടനെ തന്നെ സപ്രമഞ്ചത്തിൽ കയറി വലിയ ചിന്താപ്പാടിലാണല്ലോ അപ്പുക്കുട്ടൻപിള്ള. എന്തോന്നാ ഇതിന് മാത്രം അങ്ങ് ആലോചിച്ച് രസിക്കാൻ? അത് മുത്തശ്ശിയോട് പറയാൻ പറ്റാത്തൊരു കാര്യം, അല്ലെങ്കിൽ പറഞ്ഞേനായിരുന്നു. അയ്യോ എന്റെ പൊന്നെ, എനിക്ക് കേക്കണ്ടായേ. നീ മനസ്സിൽ കാണുന്നതൊക്കെ മനുഷ്യന്മാർക്ക് മുഖത്തോട് മുഖം നോക്കിയിരുന്ന് കേൾക്കാനും പറയാനും കൊള്ളാത്തതാണെന്ന് എനിക്ക് ഊഹിക്കാലോ. ഞാൻ എന്റെ ഒരു കൗതുകത്തിന് ചോദിച്ചെന്നേ ഉള്ളൂ. ഞാൻ ആലോചിച്ചതേ, മനുഷ്യന്മാർക്ക് കേൾക്കാനും പറയാനും കൊള്ളാത്ത കാര്യമാണെന്ന് മുത്തശ്ശിയോട് ആരാ പറഞ്ഞേ? അത് പിന്നെ വിശേഷിച്ച് ആരേലും പറയണോ?
ഉണ്ണിയെ കണ്ടാൽ അറിയാലോ ഊരിന്റെ ഗുണവധികാരം. എന്നാലേ ഞാനിപ്പോ ആലോചിച്ചത് മുത്തശ്ശിയെ പോലെ പ്രായം ചെന്നവർക്ക് പ്രയോജനകരമായ കാര്യം എന്താന്ന് കേൾക്കണോ? ദേ കൊച്ചേ, പറഞ്ഞു പറഞ്ഞ് നീ എന്നെ ഒരുപാട് പടുകളവിയാക്കല്ലേ. നീ വിചാരിക്കും പോലെ എനിക്ക് അതിനു വേണ്ടി പ്രായവും ആവശ്യതയൊന്നും ആയിട്ടില്ല. അത് പിന്നെ എനിക്കറിയില്ലേ, മുത്തശ്ശി ഇപ്പോഴും നല്ല സ്മാർട്ട് അല്ലേ. എന്നാലും ഇടയ്ക്കൊക്കെ ഷുഗറും പ്രഷറും ഒന്ന് ചെക്ക് ചെയ്തേക്കണേ മുത്തശ്ശി. അതൊന്നും നീ എന്നെ പഠിപ്പിക്കണ്ട, എനിക്ക് അങ്ങനെ ഒരു കുഴപ്പവും ഇല്ല. അങ്ങനെ കുഴപ്പമില്ലെന്ന് ഉറപ്പിച്ചു പറയാൻ വരട്ടെ. അന്ന് മാളുവിന്റെ ഡോക്ടറുടെയും കല്യാണത്തിന്റെ അന്ന് അമ്പലത്തിൽ തലയിറങ്ങി വീണത് ഒരു കുഴപ്പമില്ലാഞ്ഞിട്ടാണോ? ഹൃദയ സംബന്ധമായ അസുഖമുള്ളവർക്കാ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ബോധക്ഷയം വരുന്നത്. ഞാൻ ഈ അടുത്തൊരു ആരോഗ്യ മാസികയിൽ അത് വായിച്ചതേ ഉള്ളൂ. ചിലപ്പോ മുത്തശ്ശിയുടെ ഹൃദയത്തിനും അതുപോലെ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിലോ? നീ ഒന്ന് ചുമ്മാ ഇരുവച്ച. വന്നു കയറി മൂടുറപ്പിച്ചില്ല, അതിനു മുമ്പ് നോക്കെടുത്ത് വളയ്ക്കാൻ പറ്റിയ വിഷയം. ഇനിയിപ്പൊ എന്റെ നെഞ്ചത്തോട്ട വീഴാഞ്ഞിട്ടാ. മുത്തശ്ശി ടെൻഷൻ അടിക്കാതേനെ. അഥവാ ഇനിയിപ്പൊ അങ്ങനെ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിലും മുത്തശ്ശി പേടിക്കുന്ന എന്തിനാ? അല്ല, കിടുക്കുന്ന ഒരു ഡോക്ടർ നമ്മുടെ കുടുംബത്തിൽ തന്നെ ഉണ്ടല്ലോ. അയ്യോ, നമ്മുടെ കുടുംബോ? അത് ഏത് വകുപ്പില്? അങ്ങനെ ചുളുവിലാരും കുടുംബക്കാരാകാൻ നോക്കണ്ട ഇവിടെ. അങ്ങനെ പറഞ്ഞാൽ എന്താ കുഴപ്പം? അതെ, ഞാനും ഈ കുടുംബത്തിലെ ഒരു അംഗം തന്നെയാ. എന്താ ആ കാര്യത്തിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഡേസി ടീച്ചറോട് ചോദിച്ചു നോക്ക്. അല്ലെന്ന് ഡേസി ആന്റി പറയട്ടെ. അത് ശരി. അപ്പൊ കുടുംബ ബന്ധം സ്ഥാപിക്കാനുള്ള സർട്ടിഫിക്കറ്റുമായിട്ട് ഇറങ്ങിയിരിക്കുക അപ്പുക്കുട്ടൻ അല്ലേ? ഈ വീട്ടിൽ എന്റെ സ്ഥാനവും ബന്ധവും എന്തെന്നറിയാൻ അങ്ങനെ സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ട ആവശ്യമൊന്നും എനിക്കില്ല മുത്തശ്ശി. ഓഹോ, എന്നുവെച്ചാ അതിന്റെ ആവശ്യം എനിക്കുണ്ടെന്നാ നീ പറഞ്ഞു വരുന്നതിന്റെ അർത്ഥം. മക്കളെ, കൊത്തി കൊത്തി മുറത്തി കയറി കൊത്തുവാണല്ലോ നീ. എന്നാ പിന്നെ അത് അറിഞ്ഞിട്ട് തന്നെ കാര്യം. മാളൂനും അവളുടെ വീട്ടുകാർക്കും ഇല്ലാത്ത എന്ത് സ്ഥാനവും ബന്ധവുമാണ് നിനക്ക് ഈ കുടുംബത്തുള്ളതെന്ന് എനിക്കൊന്നറിയണമല്ലോ. മുത്തശ്ശി, അതൊന്നും തെളിയിക്കാൻ തൽക്കാലം എനിക്ക് താല്പര്യമില്ല. ഇനിയിപ്പോ അത് തെളിയിച്ച് അടങ്ങുമെന്ന് നിർബന്ധമാണെങ്കിൽ മാളും ഡോക്ടറും ടൂർ കഴിഞ്ഞ് വരട്ടെ, നമുക്കപ്പം നോക്കാം. തൽക്കാലം എന്നെ ഡിസ്റ്റർബ് ചെയ്യാതെ മുത്തശ്ശി റൂമിൽ നിന്ന് പോയി തരാവോ? എങ്ങനെ? ഏത് മുറിന്ന് ഞാൻ പോയി തരണോന്നാ നീ കൽപ്പിക്കുന്നേ? ഈ മുറിന്ന് ഞാൻ ഇറങ്ങി തരണോന്ന്? കൊള്ളാം. ഇങ്ങനെ പോയാൽ മാളു തിരിച്ചു വരുമ്പം അവളെ നീ ഈ മുറിന്ന് ഇറക്കി വിടുവല്ലോടി കൊച്ചെ. അതെ, ഞാനായിട്ട് ഇതെങ്ങനെ നിന്നോട് പറയുമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. അപ്പൊ നീയായിട്ട് അതിനൊരു അവസരം ഒരുക്കിയത് നന്നായി. എന്റെ മക്കള് കൂടും കുടുക്കെ എടുത്തോണ്ട് ഈ മുറിന്നൊന്ന് ഇറങ്ങിക്കേ. എന്താ കാര്യം? കാര്യം അറിഞ്ഞാലേ നീ ഇറങ്ങൂ. എന്നാ കേട്ടോ, ഇതെന്റെ കൊച്ചുമോളുടെ അവളുടെ ഭർത്താവിന്റെയും കിടപ്പുമുറിയാ. അവരില്ലാത്തപ്പോ അവരുടെ മുറി കയറി താമസിക്കാൻ നിന്നോടാരാ പറഞ്ഞേ? ഇറങ്ങടി, ഇറങ്ങടി. അത് മുത്തശ്ശി അല്ലല്ലോ പറയേണ്ടത്, ഡേസി ആന്റിയോ മാളോ പറയട്ടെ, എന്നിട്ട് ഞാൻ ഇറങ്ങാം. ആഹാ, അവര് പറഞ്ഞാലേ നീ ഇറങ്ങൂ. എന്നാ അവർക്ക് വേണ്ടി ഞാൻ പറയുന്നു, ഇറങ്ങടി. നീ കൂടുതൽ വിസ്തരിക്കാൻ നിൽക്കാതെ ഇറങ്ങാൻ. ഇറങ്ങാനല്ലേ പറഞ്ഞത്? ഇങ്ങോട്ട് ഞാൻ ഈ റൂം എടുക്കുന്നതിൽ മുത്തശ്ശിക്ക് എന്താ കുഴപ്പം? കുഴപ്പമുണ്ടടി. ഈ വീട്ടിൽ നിനക്ക് കിടക്കാൻ വേറെ മുറികളുണ്ടല്ലോ, ഇതിൽ തന്നെ അടയിരിക്കണം. നിനക്ക് എന്താ നിർബന്ധം? ആഹാ, ഇങ്ങോട്ട് ഇറങ്ങടി. നിന്റെ നമ്പരൊന്നും ഇങ്ങോട്ട് എടുക്കല്ലേ, ഇങ്ങോട്ട് ഓടി, ഇങ്ങോട്ട് ഇറങ്ങാൻ. ഇങ്ങോട്ട് ഇറങ്ങടി. ഇങ്ങോട്ട് വരാനല്ലേ പറഞ്ഞത്? നിനക്കെന്തോ അവളുടെ മുറി കിടന്നാലേ ഉറക്കം വരുവുള്ളോ? ഇങ്ങോട്ട് ഓടി, ഇങ്ങോട്ട് വരാൻ. ആഹാ, വേണ്ട വേണ്ടെന്ന് വിചാരിക്കുമ്പോ നിന്നെ ഞാൻ നോക്കിക്കോ. പോടി അങ്ങോട്ട്. പറഞ്ഞാ കേട്ടില്ലെങ്കിൽ ഇതുപോലെ ഇരിക്കും, നീ അനുഭവിക്കും. അയ്യോ, എന്താ ഇത്? എന്താ അപ്പോ? എന്തു പറ്റി? എന്താ എന്തിനമ്മേ, എന്ത് ഭ്രാന്ത നിങ്ങൾ ഈ കാണിക്കുന്നേ? എന്തിനാ അപ്പൂനെ ഉപദ്രവിച്ചത്? ചുമ്മാതാ ടീച്ചറെ, ഇത് അവളുടെ വെറും അഭിനയവാ. ഇവളോട് ആ മുറിന്ന് മാറാൻ ഞാൻ പറഞ്ഞു. അത് സാറിന് ഇഷ്ടപ്പെട്ടില്ല. ബലമായിട്ട് ഞാൻ പിടിച്ചിറക്കി. അതിനുള്ള പ്രതിഷേധമായത്. ടീച്ചർ ഈ അഭിനയം കണ്ട് പേടിക്കൊന്നും വേണ്ട. എന്തിനാ നിങ്ങൾ അപ്പൂനെ ആ മുറിയിൽ നിന്ന് ഇറക്കി വിട്ടത്? അതുകൊള്ളാം. ടീച്ചർ എന്താ ഒന്നും അറിഞ്ഞുകൂടാത്ത പോലെ സംസാരിക്കുന്നത്? ഭാര്യയും ഭർത്താവും താമസിക്കുന്ന മുറിയിലാണോ വീട്ടിൽ വിരുന്ന് വരുന്നവർ താമസിക്കുന്നത്? അതെവിടുത്തെ മര്യാദയാ? ഇവളോട് ആ മുറിയിൽ നിന്ന് ഇറങ്ങിത്തരാൻ ഞാൻ മര്യാദയ്ക്ക് പറഞ്ഞു.
അപ്പൊ എന്നെ വെല്ലുവിളിക്കാൻ വന്നു. ഞാൻ വിടുവോ? അപ്പുവിനോട് ആ റൂമിൽ നിന്ന് ഇറങ്ങാൻ പറയാൻ ഇന്ദിരാമ്മയ്ക്ക് എന്താ അധികാരം? ഈ വീട്ടിൽ ആര് ഏതൊക്കെ റൂമിൽ താമസിക്കണമെന്ന് തീരുമാനിക്കുന്നത് ഞാനാ, അല്ലാതെ ഇന്ദിരാമ്മയല്ല. നിങ്ങളും അപ്പുവിനെ പോലെ വിരുന്നു വന്ന ആള് മാത്രമാണ്. അത് മറക്കണ്ട. അപ്പു, നിനക്ക് എന്റെ റൂമിൽ കിടക്കാം. അവിടുന്ന് ആരാ നിന്നെ ഇറക്കി വിടുന്നതെന്ന് എനിക്കൊന്ന് കാണണമല്ലോ. വാ അപ്പു. അപ്പോഴേ ടീച്ചറെ, എന്നെ ഇവളെ ഒരേ തട്ടി തൂക്കി നോക്കാനാണോ ടീച്ചറിന്റെ ഉദ്ദേശം? അതൊന്നും അറിഞ്ഞാൽ കൊള്ളായിരുന്നു. ഞാൻ ആരെയും തൂക്കാനും അളക്കാനും ഒന്നും വരുന്നില്ല ഇന്ദിരാമേ. പക്ഷേ നിങ്ങൾ ഈ കുട്ടിയോട് കാണിച്ചത് വലിയ ക്രൂരതയാ. സുഖമില്ലാത്ത ഒരാളാണെന്നെങ്കിലും നിങ്ങൾ ഓർക്കണമായിരുന്നു. ഇത്രയും മനസാക്ഷിയില്ലാതെ പെരുമാറാൻ നിങ്ങൾക്ക് എങ്ങനെ കഴിയുന്നു? കഷ്ടം. വാ അപ്പു. ആഹാ, എങ്ങാണ്ടെന്ന് ഒരുത്തി വലിഞ്ഞു കയറി വന്നപ്പോ നമ്മളൊക്കെ മനസാക്ഷി ഇല്ലാത്തവരായി. കാണിച്ചുതരാം. ഇവിടുത്തെ പൊറുതി ഇന്നുകൊണ്ട് നിർത്തുക ഇന്ദിരാമ്മ. അത്രയ്ക്ക് കൊള്ളില്ലല്ലോ. കിടക്കപ്പോ. പതുക്കെ പതുക്കെ സൂക്ഷിച്ച്. പെയിൻ സഹിക്കാൻ പറ്റുന്നില്ലേ അപ്പോ? നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം. വാ. വേണ്ട ആന്റി, ബാഗിൽ എന്റെ മെഡിസിൻ ഇരിപ്പുണ്ട്. അതിൽ നിന്നൊരു ടാബ്ലറ്റ് എടുത്തു മതി. എവിടെയാ അപ്പോ ബാഗ്? മുകളിലെ റൂമിലുണ്ട്. ഞാൻ ഇപ്പൊ എടുത്തിട്ട് വരാം. അപ്പോ എവിടെയാ ടാബ്ലറ്റ് ഉള്ളത്? അത് പുറത്തിറക്കാത്തുണ്ട്. എണീക്ക്. പതുക്കെ പതുക്കെ. ദാ. കുറച്ചു നേരം കണ്ണടച്ച് കിടന്നു. ഒന്ന് മയങ്ങി എഴുന്നേൽക്കുമ്പോ വേദനയ്ക്ക് നല്ല ആശ്വാസം ഉണ്ടാവും. കിടന്നു. സോറി ആന്റി. എന്താ അപ്പോ? എന്തിനാ നീ എന്നോട് സോറി പറയുന്നേ? ഞാൻ കാരണം ഇവിടെ ഇങ്ങനൊരു സീൻ ഉണ്ടാവുന്ന കരുതിയില്ല. എന്റെ ഭാഗത്താ തെറ്റ്. നിന്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ല. നീ ആ റൂമിൽ കഴിഞ്ഞതുകൊണ്ട് അവർക്ക് എന്ത് നഷ്ടം ഉണ്ടാകാനാ? അഥവാ അത് പറയണമെങ്കിൽ തന്നെ ഇങ്ങനെ മര്യാദകെട്ട രീതിയിലാണോ പെരുമാറേണ്ടത്? എനിക്ക് അവരുടെ പ്രവൃത്തി ഒട്ടും ഇഷ്ടമായില്ല. പോട്ടെ ആന്റി. ഇനിയിപ്പോ ഇതിന്റെ പേരില് ആന്റി അവരോട് ദേഷ്യപ്പെടാനൊന്നും പോണ്ട. ഞാനൊന്നിനും പോകുന്നില്ല അപ്പോ. അല്ലെങ്കിൽ തന്നെ അവരോട് ദേഷ്യപ്പെട്ടിട്ട് എന്ത് നേടാനാ? എങ്കിലും ഇത്രയൊക്കെ ചെയ്തിട്ടും അവർക്കൊരു കൂസലുമില്ലല്ലോ എന്ന് ഓർക്കുമ്പോഴാ ഇങ്ങനെ സഹായിച്ച് ഉപദ്രവിക്കാൻ ഇങ്ങോട്ട് വരാതിരിക്കുന്നത് തന്നെയാ നല്ലത്. ഒന്നും ആലോചിക്കാതെ കണ്ണടച്ച് കിടന്നു. വേദന കുറവില്ലെങ്കിൽ പറയണം, നമുക്കപ്പം തന്നെ ഹോസ്പിറ്റലിൽ പോകാം. വേണ്ട, കുറവുണ്ട് ആന്റി. ഇവിടെ ഇങ്ങനെ എന്റെ അടുത്തിരുന്നാ മതി. വേദന കുറഞ്ഞോളും. ഞാൻ കൂടെ തന്നെ ഉണ്ടാവും. ഉറങ്ങിക്കോ.